ജിടെക് എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാടിന്റെ സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സെന്ററിൽ വെച്ച് നടന്ന മേള നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ IT വിദ്യാഭ്യാസ സ്ഥാപനമായ ജിടെക് എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാട് ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിച്ചു. തൊഴിൽ മേളയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ നിർവഹിച്ചു. ജിടെക് നൽകുന്ന സംഭാവന ഏറെ വലുതാണ് എന്ന് നമുക്കറിയാം. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിൽ മേഖലകളിൽ കൂടി കാലുറപ്പിക്കുക എന്നതാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിലൂടെ ജിടെക് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഒരു തൊഴിൽ കണ്ടെത്താൻ വലിയ പ്രയാസമുണ്ടാകും. ആ പ്രയാസത്തിൽ നിന്ന് കുട്ടിയെ കൈപിടിക്കുക എന്നതാണ് ജിടെക്കിൻ്റെ ലക്ഷ്യം. ഇവിടെ നിരവധി സ്ഥാപനങ്ങളെ എത്തിച്ച് അവർക്കാവശ്യമായ ജീവനക്കാരെ നൽകുക എന്നത് ജിടെക് ഈ ഇൻ്റർവ്യൂവിലൂടെ ആ ഒരു ഉദ്ദേശമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 10-15ഓളം സ്ഥാപനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചോളം കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളെയെല്ലാം കാഞ്ഞങ്ങാട്ട് എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നത് പ്രവൃത്തിയിൽ ഏറ്റവും പ്രധാനം അതാണ്. നമ്മൾ കോഴിക്കോടും കൊച്ചിയിലും മംഗലാപുരത്തും ഒക്കെ പോയി വലിയ സ്ഥാപനങ്ങളിൽ പോയി കയറി ഇറങ്ങുന്നതിന് പകരം ആ സ്ഥാപനങ്ങളെല്ലാം കാഞ്ഞങ്ങാട്ട് എത്തിക്കണം. അതിനുള്ള ഭൗതിക സാഹചര്യം കാഞ്ഞങ്ങാട് ഒരുക്കി കൊടുക്കണം. ജിടെക് മാനേജിംഗ് ഡയറക്ടർ രമേശ് D അധ്യക്ഷത വഹിച്ചു. ജിടെക് എഡ്യൂക്കേഷൻ സംഘടിപ്പിക്കുന്ന ഇന്നത്തെ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിൽ 15 കമ്പനികളാണ് പങ്കെടുക്കുന്നത്. ഏകദേശം 200ഓളം വേക്കൻസികൾ ഇന്നത്തെ ഈ തൊഴിൽ മേളയിൽ കമ്പനികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് ഇവിടെ നടക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ പങ്കെടുക്കാനും പ്ലേസ്ഡ് ആവാനുമുള്ള അവസരമാണ് ജിടെക് ഇതിലൂടെ ഒരുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനാണ്. സുനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ജിടെക് കാഞ്ഞങ്ങാട് സെന്ററിൽ വെച്ച് നടന്ന തൊഴിൽ മേളയിൽ 15 കമ്പനികൾ പങ്കെടുത്തു. 200-ൽ അധികം തൊഴിലവസരങ്ങളിലേക്ക് കമ്പനികൾ ഇൻ്റർവ്യൂവും നടത്തി. 500ഓളം ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽ മേളയിൽ പങ്കെടുത്തത്. 46 ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനികൾ വിവിധ ഒഴിവുകളിലേക്ക് നേരിട്ട് നിയമനം നൽകി. 176 ഉദ്യോഗാർത്ഥികളെ സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.